അതാണ് ഡാൻ കുര്യൻ സൂചിപ്പിച്ചത്. ഒരിക്കൽ കൂടി ചാൾസ് ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചാൾസ് ജോർജ്, മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി, ഈ കപ്പൽ കമ്പനിയിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാർ കുറേ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുന്നുണ്ടോ? നിങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? ഇതിൽ ഒരുപാട് പ്രീസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഒരു കപ്പൽ, അതിന്റെ വില $625 മില്യൺ ഡോളറാണ് കപ്പലിന്റെ വില. അത് മുങ്ങി, അത് അപകടമുണ്ടായ ശേഷം $2 ബില്യൺ അവർ കൊടുക്കേണ്ടി വന്നത്. അതിന് 3 ഇരട്ടി വില കർഷകരന് കൊടുക്കുന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. 2021 ഒരു കപ്പൽ നിന്ന് കത്തി ആഴ്ചകളോളം, അതിനുശേഷം മുങ്ങി. അത് ഒരുപാട് പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് പുറത്തുപോയി. അത് കഴിച്ച് കടലാമ ചത്തുപോയി. ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ആർട്ടിൽസ് ആണ്. അത് കടപ്പുറത്ത് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. അത് മാറ്റി റിമൂവ് ചെയ്യണം. മത്സ്യബന്ധന മേഖല ഉണ്ടാക്കരുത്, പരിശോധിക്കണം. അതിനുവേണ്ടി വിദഗ്ധന്മാരെ നിയമിക്കണം. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മൾ നിയമം ലംഘിച്ചാൽ കപ്പൽ ഓടിച്ചത് ആ ക്യാപ്റ്റനെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്യാതെ വഴിയാണ് നമ്മൾ കുഴപ്പത്തിലായിരിക്കുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ ഒരുപാടുണ്ട്. പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് കേസിന് നമുക്ക് നല്ല നമുക്കുള്ളത്. അത് വെച്ചുകൊണ്ട് ക്ലെയിം ചെയ്യണം. നഷ്ടം പരിഹരിക്കാതിരിക്കും, നഷ്ടം ഉണ്ടായിരിക്കുന്നത് അവരെ വിഷയമാണ് പരിഹരിക്കട്ടെ. ശരി. ചാൾസ് ജോർജ് പറയുന്നത് പോലെ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാർ എത്ര കണ്ട് ഇടപെടൽ നടത്തി എന്ന കാര്യത്തിൽ മത്സ്യത്തൊഴിലാളി വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാവണം. മുൻകാലങ്ങളിലും നമുക്ക് പല അനുഭവങ്ങളുമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മാത്രം അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടാകുമോ? ആ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്.